മഹാനായ ഗൗസുൽ ആലം ഖാജാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പലരും കരുതിയിരിക്കുന്ന ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ താടിയൊക്കെ വെച്ച് ഒരു പഴയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പച്ചക്കുപ്പായൊക്കെ ഇട്ട് ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ കുറച്ച് മുറുക്കാനൊക്കെ ഇങ്ങനെ മുറുക്കി ഒഴുക്കി ഒരു പ്രത്യേക ഹാലിൽ ഒരാളായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പള്ളികൾ ദൂരം കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെയാ കരുതിയിരിക്കുന്നത്. ആരാണ് ഗൗസുൽ ആലം? ഗൗസുൽ ആലം പട്ടിണിക്കാരനായിരുന്നില്ല, പാവപ്പെട്ടവനായിരുന്നില്ല, കൂലിവേലക്കാരനായിരുന്നില്ല. ഗൗസുൽ ആലം കോടീശ്വരനായിരുന്നു മക്കളെ, കോടീശ്വരൻ. മഹാനായ ഗൗസുൽ ആലം ഖാജാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്തൊരു മുത്ത് പതിപ്പിച്ചിരുന്നു. ആ മുത്തിന് അന്നത്തെ രാജാവിന്റെ രാജകൊട്ടാരവും അതിനുള്ള സർവ്വ സ്വത്തുക്കളെക്കാളും വിലപിടിപ്പുള്ളതായിരുന്നു ഗൗസുൽ ആലമിന്റെ വടിയുടെ അഗ്രത്തിൽ പതിപ്പിച്ചിരുന്ന മുത്ത്. ഇത്രയും വലിയ കോടീശ്വരൻ അദ്ദേഹത്തിന്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുണ്ടല്ലോ ഗോഡൌൺ. വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ പ്രമാണിമാരെയൊക്കെ വീട്ടിൽ ഗോഡൌണുകൾ കാണുമല്ലോ, സാധനങ്ങളൊക്കെ തേങ്ങയിട്ടും റബ്ബർ ഷീറ്റ് കൊണ്ടും ഒക്കെ വെക്കാൻ. ഗൗസുൽ ആലമിന്റെ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു ഗോഡൌൺ. എന്തിനായിരുന്നറിയോ? കപ്പലുണ്ടായിരുന്നു, 4-5 കപ്പലുകൾ, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ദീനാറുകളും ദിർഹമുകളും വലിയ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുവന്നിട്ട് ഗോഡൌണിൽ ഇട്ടേക്കുകയായിരുന്നു. അതായിരുന്നു ഗൗസുൽ ആലമിന്റെ ഗോഡൌണിന്റെ ഉപയോഗം. മനസ്സിലായോ? മഹാനായ ഗൗസുൽ ആലം ഖാജാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാൻ ഇപ്പോഴിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പണം, സമ്പത്ത്, സ്വത്ത്, വീട്, പുരയിടം, കെട്ടിടം, വസ്ത്രങ്ങള്, വാഹനങ്ങള്, ആഭരണങ്ങള്, ഇതൊക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങനെ കൽബിൽ കെട്ടിപ്പിടിച്ചിട്ട് ദുനിയാവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന അവസ്ഥ മാറണം. മഹാനായ ഗൗസുൽ ആലം ഒരു ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നു. ശിഷ്യന്മാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓടി വന്നിട്ട് പറഞ്ഞു, ഖാജാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ വിളിച്ചിട്ട്, ഗൗസുൽ ആലം താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാധനവുമായി വന്ന താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു. ചരക്ക് കപ്പലിന് കുഴപ്പം പറ്റിയിരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി. ഗൗസുൽ ആലം ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, കുട്ടികൾക്ക് ദർസ് എടുത്തോണ്ട്, ശിഷ്യന്മാർക്ക് മുരീദ്മാർക്ക് താലീമ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ എത്തുമ്പോഴാ വന്നിട്ട് പറയുന്നത് കപ്പൽ മുങ്ങിയെന്ന്. സാധനവുമായി വന്ന കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഗൗസുൽ ആലം ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, താലീമ് നടത്തിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് നേരത്തെ വന്നു പറഞ്ഞ ആ മനുഷ്യൻ തന്നെ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു, ഗൗസുൽ ആലം, നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. നേരത്തെ മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല, അത് മറ്റൊരു കപ്പലാണ് മുങ്ങിയത്. താങ്കളുടെ കപ്പൽ സുരക്ഷിതമായി കരയിലെത്തിയിരിക്കുന്നു. അപ്പോഴും കണ്ണിങ്ങനെ അടച്ചിട്ട് ഗൗസുൽ ആലം പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരീദുമാര് ചോദിച്ചു, അല്ല തങ്ങളെ, അങ്ങെന്താണിങ്ങനെ? സാധാരണ അപകടം പിടയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ പറയേണ്ടത്? അങ്ങയുടെ കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, മുങ്ങിയത് അങ്ങയുടെ കപ്പൽ അല്ലെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഗൗസുൽ ആലം പറഞ്ഞു, എന്താണെന്നറിയാവോ? ഞാൻ കപ്പൽ മുങ്ങിയതിന്റെ പേരിലുള്ള വേദന കൊണ്ടോ, കപ്പലല്ല, എന്റെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ അതിലുണ്ടായ സന്തോഷം കൊണ്ടോ അല്ല ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. എന്റെ ഹൃദയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയം, പടച്ചവനോട് ബന്ധിച്ചിരിക്കുന്ന എന്റെ ഹൃദയം, എന്റെ റബ്ബിനെ കുറിച്ച് മാത്രം ചിന്തയുള്ള എന്റെ ഹൃദയം, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പണവും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പ്രതാപവും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള സ്വത്തുക്കളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കെട്ടിടങ്ങളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലുകളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലിലെ ചരക്കുകളും, ഇതൊന്നും എന്റേതല്ല, എന്റെ റബ്ബിന്റെതാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എന്റെ റബ്ബ് എനിക്ക് തന്ന സാധനമാണത്. എന്റെ പടച്ചവൻ ഇഷ്ടപ്പെടുമ്പോൾ പടച്ചവനത് തിരിച്ചു പിടിക്കുമെന്ന് കരുതുന്നവനാ ഞാൻ. ചിന്തിച്ചത് ഒരു നിമിഷം സാധനം നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സ്, ഞാൻ ഒരു നിമിഷം നിശബ്ദനായി ചിന്തിച്ചത്, എന്റെ കൽബിന് കപ്പൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ അല്ലാ 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 എന്ന ചിന്തയിൽ മാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള സ്നേഹവും, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും, റബ്ബിനോടുള്ള താല്പര്യവും, റബ്ബിനോടുള്ള ബന്ധവും, റബ്ബിനോടുള്ള പ്രേമവും, റബ്ബിനോടുള്ള ലയനവും, റബ്ബിനോടുള്ള ലഹരിയുമല്ലാതെ മറ്റൊന്നും ബാധിച്ചിട്ടില്ലാത്ത എന്റെ ഹൃദയം
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം അള്ളാഹയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് എന്റെ ഹൃദയം മാറി, എന്റെ ഹൃദയത്തിന് വേദന തോന്നിയോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. സ്വത്ത് പോയി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായോ എന്ന് ഞാൻ നോക്കി. അപ്പൊ എന്റെ മനസ്സിനൊരു കുഴപ്പമില്ല, കൂളാണ്. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. രണ്ടാമത്, എന്റെ സ്വത്തല്ല നശിച്ചത്, കപ്പൽ എന്റേതല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ എന്റെ കപ്പലല്ല മുങ്ങിയത്, എന്റെ കപ്പൽ സുരക്ഷിതമായി എത്തിയിരിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പടച്ചവനെ, എന്റെ സ്വത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷം എനിക്ക് തോന്നിയോ? ഞാൻ നോക്കി, അപ്പോഴും എന്റെ ഹൃദയത്തിനൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. ഇത് കോടികളുടെ കപ്പൽ മുങ്ങിയ കാര്യമാണ്. നമ്മുടെ ഒരു സൈക്കിളിന്റെ ടയർ പഞ്ചറായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബാക്കിയൊക്കെ പോട്ടെ, യാത്ര ചെയ്തു പോകുന്ന ഒരു സൈക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായി പോയാ നമുക്ക് പിന്നെ ഉറക്കം വരൂല. അതല്ലേ ശരി? അള്ളാഹുവാണ് ആപത്ത് തരുന്നത്, അള്ളാഹുവിന്റെ സ്വത്താണ്, അള്ളാഹുവാണ് ആപത്ത് തരുന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞതെന്താണെന്നറിയോ? നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടിവെച്ചാൽ, മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്, നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടിവെച്ചാൽ, നിനക്കുണ്ടാകുന്ന ഒരു വിഷമത്തെ നീ മൂടിവെച്ചാൽ, നിനക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ഒരു പദവി അപ്പോൾ തന്നെ കൂട്ടും. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നമുക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് പറയാതിരുന്ന വലിയ വിഭ്രാന്തിയ. പടച്ചോൻ തന്ന ഒരു ചെറിയ പരീക്ഷണം, ശ്രദ്ധിച്ച് കേൾക്കണേ, പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം. കാലൊന്ന് തട്ടിപ്പോയി, 100 രൂപ കളഞ്ഞുപോയി, ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടി ചത്തുപോയി, എന്തെങ്കിലും ഒരു വിപത്തുണ്ടായിപ്പോയി, മോന് സുഖമില്ല, കയ്യെഴുത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു ദിവസം അരി വാങ്ങാൻ പൈസ ഇല്ല, 10 പേരോട് പറയുന്നുണ്ടോ എനിക്ക് ബുദ്ധിമുട്ടാ, കുട്ടിക്ക് സുഖമില്ല, അത് ഇതൊക്കെ പറയേണ്ടത് പടച്ചവനോടാ. എന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ റബ്ബേ, അള്ളാഹുവിനോട് പറയണം. അത് പറയുകയും അത് ഒരാപത്ത് പറ്റുമ്പോൾ ഒരാളോടും പറയാതെ നീ അത് മൂടി വെച്ചാൽ നിനക്കൊരു പദവി അല്ലാഹു കൂട്ടിത്തരും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദവി കൂട്ടിത്തരും. ഹൃദയത്തിന്റെ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള ബന്ധം കുറച്ചുകൊണ്ട് ദുനിയാവിനോടുള്ള ബന്ധം കൂടുന്ന അവസ്ഥ നാം മാറ്റണം. വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള ബന്ധവും അടുപ്പവും വിശ്വാസവും എത്ര ശക്തമാകണമെന്ന് അറിയിക്കാൻ വേണ്ടിയാ. പടച്ചവന്റേതാണല്ലോ. മഹാനായ ഗൗസുൽ ആലം ഖാജാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമാറാകട്ടെ, നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ.